എഡ്യൂമാക്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ ഉന്നത വിദ്യാഭ്യാസ രംഗവും ദേശീയ പ്രവേശന പരീക്ഷാ സംവിധാനങ്ങളും വലിയ രീതിയിലുള്ള ഗുണപരമായ മാറ്റങ്ങൾക്കും നവീകരണങ്ങൾക്കും വിധേയമായിക്കൊണ്ടിരിക്കുന്ന വർഷമാണ് 2026. പ്രവേശന പരീക്ഷകളിലെ സുതാര്യത ഉറപ്പാക്കൽ, പരീക്ഷാ ചോർച്ച തടയാനുള്ള കഠിനമായ നിയമനിർമ്മാണങ്ങൾ, ഗുണനിലവാരമില്ലാത്ത കോളേജുകളുടെ അടച്ചുപൂട്ടൽ, ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ 6ാം വർഷത്തിലെ നിർണായക അഴിച്ചുപണികൾ, വിദേശ പഠന രംഗത്തുണ്ടാകുന്ന വ്യതിയാനങ്ങൾ എന്നിവയെല്ലാം ഈ മാറ്റങ്ങളുടെ വ്യാപ്തി വ്യക്തമാക്കുന്നു. എല്ലാം നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം സക്സസ് പാത്തിലൂടെ. 2026-27 അക്കാദമിക് വർഷത്തേക്കുള്ള ദേശീയ സംസ്ഥാനതല പ്രവേശന പരീക്ഷാ നടപടികൾ സജീവമായി പുരോഗമിക്കവേ രാജ്യത്തെ പ്രമുഖ നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള ക്ലാറ്റ്, ഡൽഹി NLUവിൻ്റെ എയ്ലറ്റ് എന്നിവയുടെ യോഗ്യതാ മാനദണ്ഡങ്ങളും നോട്ടിഫിക്കേഷനുകളും പുറത്തു വന്നത് നിയമപഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൃത്യമായ തയ്യാറെടുപ്പിന് അവസരമൊരുക്കുന്നു. അതേസമയം മെഡിക്കൽ മേഖലയിൽ MCC ഓൾ ഇന്ത്യ കോട്ട, MBBS, BDS അലോട്ട്മെൻറ്റ് തീയതികൾ പ്രഖ്യാപിച്ചതിനൊപ്പം നീറ്റ് PG കട്ട് ഓഫ് പെർസെൻറ്റേജ് കുറയ്ക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ഹൈ ലെവൽ കമ്മിറ്റി ഓഡിറ്റ് തീരുമാനങ്ങൾ സുപ്രീം കോടതി വിശകലനം ചെയ്യുകയും കേരളത്തിൽ KUHSന് കീഴിലുള്ള മാസ്റ്റർ ഓഫ് പബ്ലിക് ഹെൽത്ത് പ്രവേശന നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ IIMകളിലേക്കുള്ള കാറ്റ് 2026 രജിസ്ട്രേഷൻ ആരംഭിച്ചതോടൊപ്പം കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലെ സ്പോട്ട് അഡ്മിഷൻ, സംസ്ഥാനത്തെ സർവകലാശാലകളിലെ ഓൺലൈൻ സമാന്തര പ്രവേശന സംവിധാനങ്ങൾ, ഡൽഹി യൂണിവേഴ്സിറ്റി PhD പ്രവേശന നടപടികൾ എന്നിവയും സജ്ജമായിട്ടുണ്ട്. ഇതിനു പുറമെ ഇഗ്നോ ജൂലൈ അഡ്മിഷൻ തീയതി നീട്ടി നൽകിയതും NCERT RIE CEE പ്രവേശന പരീക്ഷാ ഫലങ്ങൾ പ്രസിദ്ധീകരിച്ച് കൗൺസിലിംഗ് ആരംഭിച്ചതും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പ്രവേശന നടപടികൾക്ക് കൂടുതൽ വേഗത നൽകുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ ദേശീയ പരീക്ഷകളിൽ ഉയർന്നു വന്ന ചോർച്ച ആരോപണങ്ങളും ക്രമക്കേടുകളും പരിഹരിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വലിയ സുരക്ഷാ നവീകരണങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി ചോദ്യപേപ്പർ ചോർത്തൽ, ആൾമാറാട്ടം, ഉത്തരക്കടലാസുകളിൽ തിരിമറി നടത്തൽ എന്നിവ തടയാൻ പബ്ലിക് എക്സാമിനേഷൻസ് ആക്ട് പ്രകാരം കടുത്ത ജയിൽ ശിക്ഷയും ഭീമമായ പിഴയും വ്യവസ്ഥ ചെയ്യുന്നതിനൊപ്പം പരീക്ഷാ കേന്ദ്രങ്ങളിൽ ബയോമെട്രിക് വെരിഫിക്കേഷൻ, ഡിജിറ്റൽ ലോക്കറുകൾ, AI അധിഷ്ഠിത CCTV നിരീക്ഷണം എന്നിവ നിർബന്ധമാക്കുകയും പരീക്ഷാ ഏജൻസികളുടെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കാൻ സമിതികളുടെ ഓഡിറ്റിംഗ് കർശനമാക്കുകയും ചെയ്തിട്ടുണ്ട്. NEP 2020 നടപ്പിലാക്കി 6 വർഷം പിന്നിടുമ്പോൾ ഗുണനിലവാരത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിൻ്റെ ഭാഗമായി വിദേശ സർവകലാശാലകളെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്നതിനൊപ്പം ഇന്ത്യൻ ക്യാമ്പസുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് നയപരമായ മുൻഗണന നൽകുകയും ആവശ്യത്തിന് വിദ്യാർത്ഥികളോ ഫിസിക്കൽ ആൻഡ് അക്കാഡമിക് സൗകര്യങ്ങളോ ഇല്ലാത്ത 342 സാങ്കേതിക കോളേജുകൾ ഈ വർഷം അടച്ചുപൂട്ടിക്കൊണ്ട് എണ്ണത്തേക്കാൾ പ്രധാനം ഗുണനിലവാരമാണെന്ന നിലപാട് AICTE വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഡൽഹി സർക്കാരും ദക്ഷതാ ഫൗണ്ടേഷനും ചേർന്ന് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 12ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി JEE നീറ്റ് പരീക്ഷകൾക്ക് പൂർണ്ണ സൗജന്യ സ്കോളർഷിപ്പ് പരിശീലനം പ്രഖ്യാപിച്ചതും THSTI ഫരീദാബാദിലെ ക്ലിനിക്കൽ ട്രയൽസ് പോലെയുള്ള സ്പെഷ്യലൈസേഷൻ കോഴ്സുകൾക്ക് പ്രിയമേറുന്നതും പഞ്ചാബ് നാഷണൽ ബാങ്ക് ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ നടത്തുന്ന റിക്രൂട്ട്മെൻറ്റുകളും യുവജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും തൊഴിൽ വിപണിയിലെ മന്ദഗതിയും കർശനമായ വിസ നയങ്ങളും കാരണം അമേരിക്കയിലേക്ക് പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായതായി CIS റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഒരു നിർണായക മാറ്റത്തിൻ്റെ പാതയിലാണ്. സുതാര്യതയുള്ള പരീക്ഷാ സംവിധാനം, ഗുണനിലവാരമില്ലാത്ത സ്ഥാപനങ്ങളെ ഒഴിവാക്കൽ, പാർശ്വവൽക്കരിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സൗജന്യ പരിശീലനം നൽകൽ എന്നീ കാര്യങ്ങൾ വിദ്യാഭ്യാസ മേഖലയ്ക്ക് പുതിയ ദിശാബോധം നൽകുന്നു. വിദേശ പഠന സാധ്യതകളിൽ ഉണ്ടാകുന്ന അനിശ്ചിതത്വങ്ങൾക്കിടയിൽ ഇന്ത്യയിലെ പ്രാദേശിക ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ വിശകലനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.